കല്യാണം കഴിഞ്ഞ് നേരെ റിസപ്ഷനിലേക്കാണ് നമ്മൾ പോണത്. ഈവനിങ് റിസപ്ഷൻ അടിച്ച് പൊളിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ പാർക്കിങ്ങിൽ സംഭവിച്ചത് ഇതാണ്. ഒരു രക്ഷയില്ലാതെ ഒരു വണ്ടി അവിടെ കിടന്ന് ലോക്കായി ചളിയിൽ. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ താറ് വന്ന് നൈസായിട്ട് ലോക്കൊക്കെ ചെയ്ത് ആ നിസാൻ മൈക്രോനെ ഈസി ആയിട്ട് നമ്മൾ ബാൻഡ് വെച്ചിട്ട് മൂവ് ചെയ്ത് സംഭവം കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആളെ കേച്ചിലാക്കി കൊടുത്ത് ആൾ പോയി. പക്ഷേ ഈ താറുകാരന് ആ കാറ് പൂണ്ട വഴി കൂടി തന്നെ പോകണമെന്ന് പറഞ്ഞ് അതിലേക്ക് ഇറക്കി ആ താറ് ഫുള്ളങ്ങോട്ട് ലോക്കായി. പിന്നെന്താ ചെയ്യുക, നമ്മളെ താറാണുള്ളത്. ആ താറ് ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവരേണ്ടി വന്ന്, അങ്ങനത്തെ ലോക്കാണ് ആയത്. പക്ഷേ രക്ഷ ഉണ്ടോയെന്ന് എനിക്ക് തോന്നിയില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് പതിഞ്ഞ് ലോക്കായിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. നമ്മളെ വണ്ടി വന്ന് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല കുറേ ടൈം ട്രൈ ചെയ്ത് ലാസ്റ്റ് ഒരു രക്ഷയില്ലാത്തപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി സൈഡാക്കി നമ്മളെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പാട്ടിനും നല്ല താളം വെച്ചിട്ട് എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടെ നിന്ന് നമ്മളെ കൂൾ ഡ്രിങ്ക്സും കഴിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇതിൽ കൂടാത്ത രണ്ടാളുകളുണ്ട്. ആരൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ നമ്മളെ കരീഷിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ഡാൻസിൻ്റെയും പാട്ടിൻ്റെ ഇടയിലും വീഡിയോയിൽ പെട്ട് കഴിഞ്ഞാൽ ആൾക്ക് പ്രശ്നമാണ്. നാട്ടുകാർ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞിട്ട് ആൾ നേരെ വീട്ടിലേക്ക് പോയി സൈഡായിട്ടുണ്ട്. വേറെയും കുറേ കലാപരിപാടികൾ ഇവിടെ ഉണ്ടായിരുന്നു. മണവാളൻ പൈസ എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ആ പൈസയൊക്കെ എടുത്ത് ലാസ്റ്റ് ആളെന്നെ മേടിച്ച് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു ആവേശത്തിൽ ഇട്ട് കൊടുത്തതാണ്. ഫൈനലി പശുമതി പപ്പ ഉണ്ട്, നമ്മളെ ഒരു കസിനാണ് വള്ളിക്കുന്നുള്ള. അവൻ ദുബായിലാണ്. പക്ഷേ ഈ പരിപാടിക്ക് ആൾ വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരിപാടിയിൽ വന്ന് ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രിങ്ക്സ് കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് പെണ്ണ് കിട്ടൂല എന്നുള്ള പേടിയുള്ളതുകൊണ്ടാണ് ആൾ വരാഞ്ഞ് കേട്ടോ. അപ്പോൾ ഞങ്ങളെന്തായാലും നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളെ കൂൾ ഡ്രിങ്ക്സ് അങ്ങോട്ട് ഫിനിഷായി പോയി. നമ്മൾ കുറേ ആളുകളെ വിളിച്ച് രാത്രി ഒരു 12:30 1 മണി ആയതുകൊണ്ട് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്ത്, നമ്മളെ കയ്യിൽ സ്റ്റോക്കുള്ള ഒരു കിടിലൻ സാധനം ഉണ്ടായിരുന്നു, അതെടുത്ത് വന്ന് ബാക്കിയാണ് ഇനി ഭയങ്കരമായ സംഭവം. നിങ്ങൾ കണ്ടു നോക്ക്.